Today we are at Danko Coast Island. When marimba rhythms start to play, you dance with me, make me sway like a lazy ocean hug. So this day in Antarctica, starting with the rain. കാണാൻ പറ്റുന്നില്ല, വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ഡാം ആയിരുന്നു മൗണ്ടൻ കാണാൻ പറ്റില്ല. It's so special, boy, how it feels when I'm with you. You got me doing things I never thought I'd do. Just so you know, ain't never let you go. You're mine, oh, just so you know, you're mine for sure. Yeah. You're mine for sure. Yeah. Ooh, you're mine for sure. കുഴപ്പമില്ല. അയ്യോ, അങ്ങോട്ടൊക്കെ ചെറിയൊരു കുഞ്ഞിക്കാല്, ഏതോ പ്രാവിൻ്റെ കാല് പോലെ ഇടക്കില്ലേ. നമ്മൾ ഫോളോ ചെയ്ത് പോയി പുള്ളി കണ്ടുപിടിക്കാൻ. പുള്ളി കാണാനല്ലോ. ഈ പക്ഷിയുടെ പേര് സ്നോവി ഷീറ്റ്ബിൽ എന്നാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം കിയോനിസ് ആൽബസ്. അന്റാർട്ടിക്ക, സൗത്ത് ജോർജിയ, ഫാൾക്ലാൻഡ് ഐലൻഡ്സ് എന്നിവിടങ്ങളിലാണ് ഇവയെ കാണുന്നത്. വെളുത്ത നിറം, കൂർത്ത തൂവലുകൾ കൂടാതെ കറുത്ത കാലുകൾ ഇവയുടെ പ്രത്യേകതകളാണ്. ഞാനൊരു സാധനത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഷിതബ്. ഇത് അന്റാർട്ടിക്ക മാത്രം കാണുന്ന ഒരു പേരാണ്. നമ്മൾ കപ്പലിൽ വന്നിരിക്കും. കപ്പലിൽ വന്നിങ്ങനെ തിന്നിരിക്കും. കുറച്ച് ഫ്രണ്ട്ലിയാണ്, നമ്മൾ കണ്ടിട്ടൊന്നും പേടിക്കുന്നില്ല. ഞാൻ ഫുള്ള് സ്നോയിൽ കറങ്ങി നടക്കുക അങ്ങോട്ടും ഫുഡ് തേടി വന്നത് നല്ലതാണ്. ഇത് മെയിൻലി കഴിക്കുന്നത് ഫിഷ്, കൊഞ്ച്, പിന്നെ പെങ്കിൻ്റെ കുഞ്ഞുങ്ങളെ എഗ്ഗ്, ഇതൊക്കെയാണ് മെയിൻലി കഴിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല മഞ്ഞിൻ്റെ ഇടയിലായിരുന്നു. അതിൻ്റെ ബ്രൗൺ കളറുള്ള ചുണ്ടും പുള്ളിക്കാരുടെ കാലും കണ്ടിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. വെളുത്തതും നിസ്സാരമായി തോന്നിക്കുന്നതുമായ ഈ പക്ഷിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചിരിക്കും. പക്ഷെ അതിന്റെ ജീവിതശൈലി മനസ്സിലാക്കുമ്പോൾ ഈ പുള്ളിപ്പുലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമുക്ക് പരിചയപ്പെടാം അന്റാർട്ടിക്കയിലെ ഏറ്റവും വിചിത്രനായ പക്ഷി, സ്നോവി ഷീറ്റ്ബിൽ.
ഇട്ടിട്ട്. ഈ പക്ഷിയുടെ അജ്ഞാത ജീവിതശൈലിയാണ്. സ്നോവി ഷീറ്റ്ബിൽ അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന പകൽ സമയത്തെ മാത്രം സജീവമായ പക്ഷിയാകുന്നു. എന്നാൽ ഇവയ്ക്കൊരു വലിയ വിശേഷതയുണ്ട്, ഇവ സുന്ദര കള്ളന്മാരാണെന്ന് പറയാം. പെൻഗ്വിൻസ് ഉണ്ടാക്കിയ ഭക്ഷണം എളുപ്പത്തിൽ തട്ടിയെടുക്കും. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പ്രാവിനെ പോലെ ഉണ്ടല്ലേ. പ്രാവിനെ പോലെ എന്നിട്ട് അതിന് ചുണ്ട് കുറച്ച് എന്ത് പറയുക, കുറച്ച് വലിപ്പമുണ്ട്, തടിയുണ്ട്. ബാക്കിയെല്ലാം കൊണ്ട് കഴിഞ്ഞാൽ അസൽ പ്രാവിയുണ്ട്, കുറച്ച് തടിയും കൂടെ ഉണ്ട്. പുള്ളി ഇവിടെ നിന്ന് കടൽക്കാറ്റും മഞ്ഞ് വീഴ്ചയൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ അടുത്ത് നിന്ന് ഞാൻ കറങ്ങി കിടക്കുക. When marimba rhythms start to play, you dance with me. ആദ്യത്തെ ട്രിപ്പ് തന്നെ അറ്റ്ലാന്റിക്കിലേക്കുണ്ട്. നല്ല രസവും തണുത്ത് പണ്ടരടെ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഏതാണ്ട് ഒരുവിധം സെറ്റായിട്ടുണ്ട്. സോ അതിനിടയ്ക്ക് ഇത് മഞ്ഞിലോട്ട് ടോയ്സ് ഉണ്ടാക്കി പണ്ടരടങ്ങ. കളിക്കാം. എന്നാൽ പെൻഗ്വിൻസ് അവർക്ക് കുഴപ്പം കാണിക്കാറില്ല, കാരണം ഇവ ശുദ്ധീകരണത്തിനും സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രകൃതിയിലെ ബാലൻസ്. സ്നോവി ഷീറ്റ്ബിൽസ് പറക്കാൻ താൽപ്പര്യമില്ലാത്ത ഇവ കൂടുതൽ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ശീതപ്രദേശങ്ങളിലെ ജീവിയെ അപേക്ഷിച്ച് ഇവയ്ക്ക് അല്പം ചൂട് സഹിക്കാൻ കഴിയുന്ന മാംസകോശങ്ങളുണ്ട്. ഇവ പുഴുക്കളും സാധ്യതയുള്ളതെല്ലാം ബെണ്ണ്. ഇതുപോലൊരു ക്ലീനർ പക്ഷിയെ കാണുന്നത് അന്റാർട്ടിക്കയുടെ മനോഹരതയിൽ വേറിട്ടൊരു അനുഭവമാണ്. നേച്ചർ എല്ലായിടത്തും അതിന്റെ റോളുകൾ വളരെ മനോഹരമായി ചെയ്യുന്നവയാണ്. പെൻഗ്വിൻസ് ഛർത്തി തിന്നും, കോൾഡ് സ്വെറ്റ് സ്മൈൽ. ഇത്ര മാത്രമല്ല, മറ്റു പക്ഷികളുടെ മുട്ടകൾ പോലും തിന്നാൻ പറ്റിയാൽ തട്ടിയെടുക്കും. പെൻഗ്വിൻസും സ്നോവി ഷീറ്റ്ബിൽസും. അന്റാർട്ടിക്കയിൽ പെൻഗ്വിൻസ് മയക്കുമ്പോൾ സ്നോവി ഷീറ്റ്ബിൽ അവരുടെ കൂടുകൾക്കരികെ ഒളിച്ചു കാത്തിരിക്കും. കുഴപ്പമില്ലാത്ത ഒരു സമയത്ത് ഭക്ഷണം കവർന്നെടുക്കും. When marimba rhythms start to play, you dance with me, make me sway. Like a lazy ocean hugs the shore, hold me close, sway me more. Like a flower bending in the breeze, bend with me, sway with ease. When you dance you have to bear with me, stay with me, sway with me. Other dancers may be on the floor, dear, but my eyes will see only you. Oh, there's a moon. Thank you.